ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാംസങ്ങിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സർക്കിൾ ടു സെർച്ച് എന്നൊരു ഓപ്ഷൻ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിലും യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ ഐഫോണിൽ ചെറിയ കുറച്ച് സെറ്റിങ്സ് എല്ലാം ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം, ഈ ഒരു ഫീച്ചർ എല്ലാം നിങ്ങൾക്കും യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നല്ലേ, ഇതിനായി നിങ്ങൾ ഐഫോൺ എടുത്തതിന് ശേഷം ആപ്പ് സ്റ്റോറിൽ പോയതിനു ശേഷം ഇവിടെ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് കാണാം, ഗൂഗിൾ മോർ വേസ് ടു സെർച്ച് എന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ പോകേണ്ടത് ഷോർട്ട് കട്ട് എന്ന ഈ ഒരു ആപ്ലിക്കേഷനിലാണ്. ഇവിടെ പോയതിനു ശേഷം ഇനി നമുക്കൊരു പുതിയ ആക്ഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്യണം. ഇതിനായി ഇവിടെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ആക്ഷൻ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി ഇവിടെ സെർച്ച് ഫോർ ആപ്സ് ആൻഡ് ആക്ഷൻസ് എന്നതിൽ ടാപ്പ് ചെയ്ത് ഇവിടെ ടേക്ക് സ്ക്രീൻഷോട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ ടേക്ക് സ്ക്രീൻഷോട്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ താഴെയായി സെർച്ച് ഫോർ ആപ്സ് ആൻഡ് ആക്ഷൻ എന്ന് വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ഇമേജ് വിത്ത് ലെൻസ് എന്ന് സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ എന്നെഴുതി ഇതിന് താഴെയായി ഒരു ഷോർട്ട് കട്ട് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇത് ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ മുകളിലായി ഈ ഒരു ആരോയിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് റീനെയിം ചെയ്ത് സർക്കിൾ ടു സെർച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡൺ എന്ന് കൊടുത്ത് ഇത് സേവ് ചെയ്യുക. ഇനി നമ്മൾ വീണ്ടും ഐഫോണിൻ്റെ സെറ്റിങ്സിൽ പോയതിനു ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നമുക്കിവിടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ ഒരു ആക്സസിബിലിറ്റി എന്നതിൽ പോയി ടച്ച് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ബാക്ക് ടാപ്പ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ഡബിൾ ടാപ്പ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തു വച്ചിരിക്കുന്ന, അതായത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സർക്കിൾ ടു സെർച്ച് എന്ന ഓപ്ഷൻ ഇത് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത് ഓൾറെഡി ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്, അതിനാലാണ് ഇത് ഇവിടെ ടിക്ക് മാർക്ക് കാണിക്കുന്നത്. ഇനി ഇത്തരത്തിൽ ബാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കാര്യമെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ, ഉദാഹരണമായി ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും എല്ലാ കാര്യം ഇപ്പോൾ മാംഗോ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ഐഫോണിൻ്റെ ബാക്കിൽ 2 തവണ ഇതുപോലെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുകയും അതുപോലെ നമുക്ക് ഈ ഒരു കാര്യം ഇപ്പോൾ സെർച്ചിൽ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊരു കാര്യത്തെക്കുറിച്ചും സെർച്ച് ചെയ്യാൻ ഈ ഒരു ഫീച്ചർ ഇതുപോലെ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ക്യാമറ യൂസ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചെല്ലാം സെർച്ച് ചെയ്യണമെങ്കിലും ഇത്തരത്തിൽ ഇവിടെ ഞാനൊരു റിമോട്ട് എല്ലാം വച്ചിട്ടുണ്ട്. ഇത് സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്യാമറ ആദ്യം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഐഫോണിൻ്റെ ബാക്കിലായി ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് സ്ക്രീൻഷോട്ടായി കിട്ടും. അതുപോലെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഡയറക്റ്റായി ഇതെല്ലാം തന്നെ സെർച്ച് റിസൾട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഈസിയായി നിങ്ങൾക്ക് സാംസങ് ഫോണിലെല്ലാം ഉള്ള സർക്കിൾ ടു സെർച്ച് ഓപ്ഷൻ ഇത് നിങ്ങളുടെ ഐഫോണിലും യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് തീർച്ചയായും ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്